എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരുപാട് കാത്തിരിപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാച്ച് വരാൻ പോവാണ്. നമുക്കറിയാലോ, സാധാരണ ISL സ്റ്റാർട്ട് ആവല് ഈ ഒരു ടൈമിലാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, ആ ഒരു ആഗസ്റ്റിലൊക്കെയാണ് സ്റ്റാർട്ട് ആകല്. പക്ഷേ പ്രാവശ്യം എന്തൊക്കെയോ വള്ളിക്കേസും നിയമത്തിൻ്റെ നൂലാമാലകളും കുറേ പ്രശ്നങ്ങളും ചൊറകളൊക്കെ ആയിട്ട് ഡിസംബറിലാണ് പ്രാവശ്യത്തെ ISL ആരംഭിക്കുക. അപ്പോൾ അതിനു മുമ്പ് ഒരു ടൂർണമെൻ്റ് ആയിട്ട് സൂപ്പർ കപ്പ് വന്നു എന്നുള്ളൂ. അങ്ങനെയെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് ഒന്ന് കാണാമല്ലോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ടൈമാണ് ഇപ്പോൾ. ഈ മാസം 30 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഞങ്ങൾ കലണ്ടറിൽ നോക്കുക. ആ ഒരു 30 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് വരുന്നത്. 4:30 കേട്ടോ നമ്മൾ കണ്ടിട്ടുള്ള സമയം. ഞാൻ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയില്ല. ഞങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു 4:30 ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് വരുന്നത്. സമയത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റോ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ ഗൂഗിളിൽ. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ ഈ ഒരു കളി കാണും? ഇപ്പം എല്ലാവരുടെ വീട്ടിലും TV ഉണ്ടായിക്കോളുന്നില്ലല്ലോ. TV ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം എല്ലാവരുടെ ഫോണാണ്, TV ഒന്നും ആരും കാണില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിലാണ് ഇതിനു മുമ്പ് ഒരു വാർത്ത വന്നിരുന്നത്, ഈ ഒരു മാച്ചിൻ്റെ ടെലികാസ്റ്റ് ഇല്ലയെന്ന്. അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് മാച്ചിൻ്റെ രണ്ടാമത്തെ മാച്ചിൻ്റെ ടെലികാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഒരു കളി കാണുക? അപ്പോൾ അതിനൊരു സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ചർച്ചകളും പരാതിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനൊരു നല്ലൊരു ടൂർണമെൻറ്റ് എന്തിനാണ് പിന്നെ നടത്തുന്നത് ടെലികാസ്റ്റ് ഇല്ലെങ്കിൽ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പരാതിയും ചർച്ചകളൊക്കെ AFFന് പോയതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിൻ്റെ ടെലികാസ്റ്റ്, ബംബോളിൽ നടക്കുന്ന മാച്ചിൻ്റെ ടെലികാസ്റ്റ് AFFൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. അല്ലാത്തത് സ്റ്റാർ നെറ്റ്വർക്കിലും ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇനി എന്താ സംഭവിക്കുക നമുക്കറിയില്ല. ഇപ്പം നിലവിൽ അങ്ങനെയാണ്. നിങ്ങൾ ഒന്നെങ്കിൽ മാച്ച് സ്റ്റാർട്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലിങ്ക്സും കാര്യങ്ങളൊക്കെ കിട്ടും, അതിൽ കൂടെ കളി കാണാം. അല്ലെങ്കിൽ AFFൻ്റെ യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ ലൈവ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അറിയില്ല കേട്ടോ. ആ മാച്ച് ടൈമിൽ നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ സ്റ്റാർ നെറ്റ്വർക്കിൽ മാച്ച് ഉണ്ട് എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള ഓപ്ഷന്. ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാടൊന്നും പറയാനില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സും രാജസ്ഥാൻ FCയും ഒരേ ലെവലിൽ നിൽക്കുന്ന ആ ഒരു വാല്യൂ ഉള്ള ടീംസുകളല്ല. ബ്ലാസ്റ്റേഴ്സാണ് ഒരു പടിക്ക് മുന്നിലുള്ളത്. നമ്മളൊരു ടീമിനൊന്നും ചെറുതാക്കി കാണല്ല, പക്ഷെ എന്തായാലും പറയണമല്ലോ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് ജയിക്കാനുള്ള ചാൻസ്. ഇപ്പോൾ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ സ്ക്വാഡായാലും ട്രാൻസ്ഫർ മാർക്കറ്റ് വാല്യൂ ആയാലും പ്ലേയേഴ്സിൻ്റെ വാല്യൂ ആയാലും ടീമിൻ്റെ മൊത്തം സ്ട്രെങ്ത് ആയാലും ഒക്കെ ബ്ലാസ്റ്റേഴ്സ് തന്നെ കേട്ടോ മുമ്പിൽ. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഫുട്ബോളിൽ ആരാ നന്നായിട്ട് കളിക്കുന്നത് ഓലെ ജയിക്കുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ നിലവിൽ തുല്യശക്തികളല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് 6 ഫോറിൻ പ്ലേയേഴ്സിനെ ഇറക്കാനുള്ള ഒരു ചാൻസും ബ്ലാസ്റ്റേഴ്സിനുണ്ട്. കാരണം സൂപ്പർ കപ്പിൽ 6 വിദേശ താരങ്ങളെ ഇറക്കുക. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇറക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ISL അതേപോലെ കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ISL എങ്ങനെയാണോ നിയമമുള്ളത്, ഇപ്പോൾ 4 പ്ലേയേഴ്സ് ISL പറ്റുള്ളൂ, അതേപോലെയൊക്കെ തന്നെ ഇതിൽ ഇറക്കിയാൽ മതി. നിങ്ങൾക്ക് മാറ്റി ഇറക്കാമല്ലോ. കാരണം കോച്ചിനോട് പറയുന്നതല്ല. കാരണം അത് മാത്രമേ ടീമിന് ഗുണം ചെയ്യുള്ളൂ. മറ്റേത് ഇതിൽ 6 പ്ലേയേഴ്സിനെ ഇറക്കി നേരെ ISLക്ക് പോകുമ്പോൾ 4 ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടീമിൻ്റെ താളം മൊത്തത്തിൽ തെറ്റുട്ടോ. എന്തായാലും എല്ലാ പ്ലേയേഴ്സിനെയും ഇറക്കിക്കാണ്ട് പരീക്ഷിക്കാനുള്ള ഒരു ചാൻസ് അത് ബ്ലാസ്റ്റേഴ്സിനുണ്ട്. കാരണം 6 വിദേശ പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത കുറച്ച് ടീംസേ ഉള്ളൂ നിലവിൽ. അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആ ഒരു കടമ്പ കടന്നുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മാച്ചിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ടെലികാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെയാണ്. ടൈമിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുക. ക്രോമിലോ ഗൂഗിളിലോ ഏതെങ്കിലും ഒന്ന് അടിച്ചു നോക്കുക എപ്പോഴാണ് കളി നടക്കുന്നത് എന്നുള്ളത്. പിന്നെ ഈ ഒരു മാച്ചിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. 4-2-3-1 തന്നെ ആയിരിക്കും മിക്കവാറും ഫോർമേഷൻ. അതാണ് കോച്ചിൻ്റെ ഡേവിഡ് കറ്റാലൻ്റെ ഫോർമേഷനും അത് തന്നെയാണ് 4-2-3-1. ഒറ്റ സ്ട്രൈക്കറായിട്ട് നമ്മളെ അവൻ്റെ പേര് കോൾഡ് ഒബിയേട്ട, അതിൻ്റെ ബാക്കിൽ അഡ്രിയാൻ ലൂണയും നോഹ സദോദിയും, നേരെ ഫ്രണ്ടിൽ മുഹമ്മദ് ഐമനൊക്കെ ഉണ്ടാവും. അതിൻ്റെ ബാക്കിലാണെങ്കിൽ വിപിൻ മോഹനനും ലഗേറ്ററൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു വിദേശ സെൻട്രൽ ബാക്സ് ഐബന്, ഡോലിങ് കാര്യങ്ങളൊക്കെ ഡിഫൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ തന്നെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ്. എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയില്ല. ഫസ്റ്റ് മാച്ചല്ലേ, മാറ്റി പരീക്ഷിക്കാമല്ലോ. വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കണം നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു സൂപ്പർ കപ്പിൽ. എന്നാലും ISL സിമ്പിളാവുള്ളൂ. അപ്പോൾ ഏതായാലും ഒന്നുകൂടെ പറയാം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കൊണ്ടുപോകണം.